ഹലോ ഗൈസ്, ഇന്ന് നമുക്കൊരു വെറൈറ്റിക്ക് വാട്ട് ഈറ്റ് എ ഡേ അല്ലെങ്കിൽ എ ഡേ ഇൻ മൈ ലൈഫ്. ബട്ട് ഞാനെന്ത് കഴിച്ചു എന്ന് കാണിക്കാനാണ് ഇത് എടുക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ വീരവാദമൊക്കെ മുഴക്കി ഭയങ്കര ഗുമ്മിന് ബ്രെഡ് ടോസ്റ്റ് ആണ് കഴിച്ചത്. പക്ഷെ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. ഇത് എങ്ങനെയാണോ ആൾക്കാർ കഴിക്കുന്നത്? ഞാൻ ഉണ്ടാക്കി എന്തെങ്കിലും കുഴപ്പമാണെന്ന് അറിയില്ല. ഞാൻ മുട്ടയ്ക്ക് കുറിച്ച് സൈഡിലൊക്കെ തേച്ചിട്ടാണ് പൊരിച്ചത്. പക്ഷെ അത്രയ്ക്കൊന്നല്ല, ഒട്ടും ഇഷ്ടമല്ലേ. പിന്നെ എല്ലാവരും കൂടെ കഴിച്ചതിനൊക്കെ പിന്നെ ഞാൻ അതിന്റെ വിഷമം മാറ്റാൻ വേണ്ടി പുറത്തിറങ്ങി നടന്നപ്പോഴാണ് ദേ നോക്കിയേ ജാമ്പയ്ക്ക. പിന്നെ ഈ ജാമ്പയ്ക്കയുടെ കഥ പറയാനാണെങ്കിൽ ഇതിവിടെ നിന്ന് തുടങ്ങിയിട്ട് 15 വർഷത്തോളമായി. ഇതിലെ കാരണം എന്താ വെച്ചാൽ ഇതിനടുത്ത് നിൽക്കുന്നത് ഈ അശോക തെറ്റിമരം. ഇവിടെ ട്രാൻഡ്രത്തൊക്കെ അശോക തെറ്റി എന്നാണ് പറയുന്നത്. ഈ അശോക തെറ്റിമരം ഇത്രയും നാൾ ഭയങ്കരമായിട്ട് പൂവൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ടാണ് നിന്നത്. പെട്ടെന്ന് ഒരു ദിവസം ഇതങ്ങ് ഉണങ്ങിയതിന്റെ പിറ്റേന്ന് മുതൽ ഈ ജാമ്പയ്ക്കയുടെ ദിവസങ്ങളായിട്ട് നെഞ്ചപ്പം അത് ഭയങ്കരമായിട്ട് വളർന്നു. പിന്നെ പെട്ടെന്ന് പൂ വന്നു, പെട്ടെന്ന് കാച്ച്. ഇപ്പോൾ അത് ഫസ്റ്റത്തെ കായാണ്. അങ്ങനെ അതൊക്കെ ആസ്വദിച്ച് നിന്നപ്പോഴാണ് ദേ നോക്കി അതിന്റെ ഇടയിൽ പിന്നെ അതിൽ നിന്ന് ഒരു ജാമ്പയ്ക്കയും പറിച്ച് കഴിച്ച് തൃപ്തിയാണ്. പിന്നെ ചോറും കണവത്തോരനും നല്ല ബീട്രൂട്ട് തോരനും രസവും ഒക്കെ കൂട്ടി ഒരു ചോറങ്ങ് പിടിച്ചു. ചോറ് കഴിച്ചാൽ പിന്നെ എന്തെങ്കിലും ഒരു മധുര ഐറ്റം. അങ്ങനെ ഞാൻ വീട്ടിലിരുന്ന ഒരു പച്ച ഹലുവ എടുത്ത് ഇപ്പൊ തന്നെ ഫ്രിഡ്ജിലിരുന്ന വേഫർ എടുത്ത് ഒരു പണിയില്ലായിരുന്ന എനിക്ക് അമ്മ പിറ്റേ ദിവസം തോരന് വേണ്ട സാധനം അറിയാൻ പറഞ്ഞു, അതായത് ബീൻസ്. രാവിലത്തെ വിഷമം മാറ്റാൻ വേണ്ടി വൈകുന്നേരം ചായക്ക് ഞാൻ തന്നെ ഒരു വെജ് കട്ട്ലേറ്റ് ഉണ്ടാക്കി. പക്ഷേ അത് രാവിലത്തെ 7 ഇരട്ടി കൊള്ളായിരുന്നു. അടിപൊളി സാധനമായിരുന്നു, അടിപൊളി. ഞാൻ ഫസ്റ്റ് ടൈമാണ് കട്ട്ലേറ്റ് ഉണ്ടാക്കിയത്. ഫസ്റ്റ് ടൈം തന്നെ പൊളിയായിരുന്നു കേട്ടോ. ഞാൻ എന്നെ പുകഴ്ത്തുന്നില്ല, പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, പൊളി. പിന്നെ രാത്രി വളരെ വളരെ ലൈറ്റായിട്ട് ഒരു ചപ്പാത്തിയും മുട്ടക്കറിയും കഴിച്ച് എൻ്റെ അന്നത്തെ ദിവസം ഞാൻ അവസാനിപ്പിച്ചു. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാൻ ജീവിക്കാൻ വേണ്ടി തിന്നാണോ അതോ തിന്നാൻ വേണ്ടി ജീവിക്കുക.